ഹലോ ഡേയ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച 4 ദിവസം പ്രവൃത്തി ദിവസം ആണ് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ കൂടി ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം കൈവരിച്ചു. ഈവൻ എഫേസിൻ്റെ ഭാഗത്തു നിന്നുള്ള സീവിയർ സെല്ലിങ്ങും യു എസ് മാർക്കറ്റിൻ്റെ ഷട്ട് ഡൗണും എല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മളുടെ മികച്ച ഓട്ടോ സെയിൽസ് റിപ്പോർട്ടും RBI മോണിറ്ററി പോളിസി മീറ്റിങ്ങിന് ശേഷമുള്ള പോസിറ്റീവായിട്ടുള്ള ഗവർണറുടെ കമൻറ്റുമാണ് മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് പോസിറ്റീവായിട്ട് നിലനിൽക്കാനായിട്ട് പറ്റിയത്. ഇനി ഈ ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മളുടെ Q2 റിസൾട്ട് ഫലങ്ങൾ തുടങ്ങുകയാണ്. ഒക്ടോബർ 9 IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസ്, ടെക്, TCS തുടങ്ങിയ ഫസ്റ്റ് ബാച്ചിൻ്റെ റിസൾട്ട് വരും. അതാണ് ഈ ഒരു ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കൂടാതെ നമ്മുടെ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO, ഈ ഒരു വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് IPO 12,500 കോടി രൂപയുടെ IPO ഇന്ന് തുടങ്ങുകയാണ്. കൂടാതെ ജപ്പാനിൽ അവിടുത്തെ റൂളിംഗ് പാർട്ടി വീണ്ടും ജയിച്ചു. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 5% റാലിയിലാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയാണ് ജപ്പാൻ മാർക്കറ്റിലുള്ളത്. ഏഷ്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ കണ്ടുവരാം ജപ്പാൻ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഏറ്റവും താഴെ നിക്കി കാണാം 1974 പോയിൻറ്റ്, അഥവാ 4.5% റാലിയിലാണ് ജപ്പാൻ മാർക്കറ്റ്. കൊറിയയും പോസിറ്റീവാണ്, ചൈനയും പോസിറ്റീവാണ്. കൂടാതെ തന്നെ ഗോൾഡും സ്പൈക്ക് ചെയ്തു $20. അതിന് മുകളിലുള്ള ബ്രന്റ് ഓയിൽ 65, അതിന് മുകളിലുള്ള ബിറ്റ്കോയിനും റാലിയിലാണ്. ഏറ്റവും ടോപ്പിൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 49 പോയിൻറ്റ് പ്ലസിലാണ്. നിഫ്റ്റി ഫ്യൂച്ചർ, നിഫ്റ്റി ഫ്യൂച്ചർ ഇപ്പോൾ ഉള്ളത് 24,969 ആണ്. അതായത് ഒരു ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ റിസൾട്ടിന് മുന്നോടിയായിട്ട് എല്ലാ കമ്പനീസും അവരുടെ ബിസിനസ് റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. റിസൾട്ട് വരുന്നുള്ളൂ. ബിസിനസ് റിപ്പോർട്ടിൽ HDFC ബാങ്ക് ഗ്രോസ് അഡ്വാൻസ്, ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. ഗ്രോസ് അഡ്വാൻസ് 10% വർധനവ് നേടിയെന്ന് HDFC ബാങ്ക് പറയുമ്പോൾ, ബജാജ് ഫിനാൻസ് ഇവരുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ 5.5% ഒരു ഉയർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. വേദാന്ത കമ്പനി ഇവരുടെ അലൂമിനിയം പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 31% വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് എന്നുള്ള റിപ്പോർട്ട്. കൊട്ടാക് ബാങ്ക് 15% ഇയർ ഓൺ ഇയർ ഇവരുടെ അഡ്വാൻസ് വർദ്ധിച്ചിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആവട്ടെ ഇവരുടെ ബിസിനസ് 10% വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇൻഫോസിസ് ഇവർ മോഡർണൈസ് HR ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. യെസ് ബാങ്കും അവരുടെ ലോണും അവരുടെ അഡ്വാൻസും എല്ലാം തന്നെ 6.5% ഒരു വളർച്ച കൈവരിച്ചു. UCO ബാങ്ക് ഇവർ 13% ഇവരുടെ ഇയർ ഓൺ ഇയർ ഇവരുടെ ബിസിനസ് വളർച്ച കൈവരിച്ചു. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 6% ഇയർ ഓൺ ഇയർ ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഉയർന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 20% ഇയർ ഓൺ ഇയർ ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർന്നു. ശോഭ റിയാലിറ്റി കമ്പനി ടോട്ടൽ സെയിൽസ് ഇവർ 61% ഇയർ ഓൺ ഇയർ ഉയർന്നു. സീഗൾ ഇന്ത്യ കമ്പനി 712 കോടി രൂപയുടെ ഓർഡർ കിട്ടി. യുഫ്ലക്സ് കമ്പനി പുതിയ പ്ലാന്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. അസ്ട്രസെനിക്ക ഫാർമ കമ്പനിക്ക് പുതിയ മെഡിസിൻ ഇന്ത്യയിലേക്ക് റെക്കമെൻഡ് ചെയ്ത് ഇവരുടെ വിപണനം ചെയ്യാനായിട്ടുള്ളൊരു ഓതറൈസേഷൻ സിഡ്കോയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. L&T ഫിനാൻസ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ 25% ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.